എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് വരുന്നത് രേണുസുധിയുടെ കാര്യം തന്നെയാണ്. രേണുസുധിയുടെ കാര്യം പറയുമ്പോൾ കുരു പൊട്ടിയൊലിക്കുന്ന ആളുകളാരും ഇവിടെ അത് കേൾക്കാനായിട്ട് വരണം എന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഇല്ലാത്തവർക്ക് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർ മാത്രം വന്ന് കേട്ടാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രേണുസുധിയുടെ ഒരു പുതിയ റീൽസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയുമ്പോൾ ആ ഒരു റീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ പോലെ, അതായത് കൊല്ലം സുധിയുടെ ഭാര്യയാണ് എന്നുള്ള ആ ഒരു പരിവേഷം കൂടി രേണുസുധിക്ക് ഉണ്ട്. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ എല്ലാവരെയും പോലെ തന്നെ ഒരു സാധാരണ വ്യക്തി തന്നെയായിരുന്നു. പക്ഷേ കൊല്ലം സുധി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു റെസ്പെക്റ്റ് ഈ ഒരു ലേഡിക്കും ജനങ്ങൾ കൊടുത്തു. അതാണ് അവർക്ക് ഇത്രയേറെ പിന്തുണ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, രേണുസുധി സാധാരണ നിലയിൽപ്പെട്ട ഒരു പെൺകുട്ടി. സാധാരണ ഇപ്പോൾ പല സെലിബ്രിറ്റികൾ ഉണ്ട്. സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് വൈറലാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അവർ പലരും വൈറലാവുന്നില്ല. ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ കൊണ്ടുവന്നിട്ട് പോലും വൈറലാവാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന രേണുസുധി വൈറലായത് സുധി എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട അവരുടെ ഭർത്താവിൻ്റെ പേര് കൊണ്ട് മാത്രമാണ്. ആ ഒരു പേരിൻ്റെ പച്ചയിലാണ് അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, രേണുവിന് അസാമാന്യമായിട്ടുള്ള കഴിവ് വല്ലതും ഉണ്ടോ? അഭിനയിക്കാനുള്ള കഴിവുണ്ടോ? സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, സൗന്ദര്യം എന്ന് പറയുന്നത് അത് ദൈവം കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ കിട്ടണം എന്നൊന്നുമില്ല. സൗന്ദര്യം ഇല്ല എന്നുള്ള കാര്യത്തിൽ ആരെയും കുറ്റം പറയാനും പാടില്ല. അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞാനിവിടെ കുറ്റം പറയുന്നതോ അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതോ അല്ല. പക്ഷെ ഇത് ഒന്നും അല്ലാതിരുന്നിട്ടും ഇവർ ഒരുപാട് ജനഹൃദയത്തിലേക്ക് ഇറങ്ങി ചെന്നുവെങ്കിൽ അതിൻ്റെ കാരണം കൊല്ലം സുധി മരണപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ കരച്ചിലും സങ്കടങ്ങളും, ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ സുഗന്ധം വെച്ചിട്ട് അവർ ലക്ഷ്മി നക്ഷത്രയെ വെച്ചിട്ട് ബോഡി സ്പ്രേ ഉണ്ടാക്കി. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇവർ ആഴ്ന്നിറങ്ങാനുള്ളൊരു കാരണമായി. പോരെങ്കിൽ 2 കുട്ടികൾ, കൊല്ലം സുധിയുടെ ഒരു മകൻ, ഇവർ ജന്മം കൊടുത്ത മറ്റൊരു മകൻ. അപ്പോൾ ഈ 2 കുട്ടികളുടെ ഇടയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു പാവം സ്ത്രീ എന്നൊക്കെയുള്ള ആ ഒരു ലേബലായിരുന്നു ഇവരെ ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ നമ്മൾ മനുഷ്യർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഒരാൾ ചങ്കിൽ തറച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാലും ആരും അത് അംഗീകരിക്കത്തില്ല. ഒരുപാടങ്ങ് എടുത്ത് വലിച്ച് പൊക്കി തലയിൽ വെച്ചുകൊണ്ടങ്ങ് നടക്കും. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന മനുഷ്യർ തന്നെ അങ്ങ് താഴെ ഇടും. അതിനുശേഷം കുറ്റവും പറയും. ഇതാണ് മനുഷ്യർ, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ ഈ ഒരു ലേഡി ഇപ്പോൾ പഴയത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്കിപ്പോൾ ശരിക്കും അവർ അഭിനയിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവർക്കിപ്പോൾ പൊതുവേ വസ്ത്രത്തിന് ഇറക്കമില്ല. മുട്ടെങ്കിലും കാണിക്കാത്ത ഡ്രസ്സുകൾ ഞാൻ കണ്ടിട്ടില്ല. രേണുസുധി ഇടുന്നതായിട്ട് കാണുന്നില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്ക് വേണമെങ്കിൽ തുണി എടുത്താൽ മതി, അല്ലേ? അവർക്കതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർ ധരിച്ചോട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അതിനേക്കാളേറെ പറയാനാണെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു റീൽസ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു റീൽസ് എന്ന് പറഞ്ഞാൽ കൊല്ലം സുധിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കയ്യടി നേടുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു വെച്ചിരിക്കുന്ന ഈ രേണുസുധിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നോ അത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഗോഷ്ഠികൾ കാണിക്കാറുണ്ട്. റിയലായിട്ടും കാണിക്കാറുണ്ട്, അല്ലാതെ ഇതുപോലെ റീൽസായിട്ടും കാണിക്കാറുണ്ട്. നമ്മളതിനെ നല്ല പൂര തെറിയും വിളിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ തെറി വിളിക്കുമ്പോൾ രേണുസുധി കാണിച്ച ഈ വൃത്തികേടിന് വിമർശിക്കുക തന്നെ വേണം. കാണിച്ചത് രേണുസുധിയാണെന്നും പറഞ്ഞ് അതിനെടുത്ത് തലയെ കയറ്റി വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ ഈ സമൂഹത്തിന് കൊടുക്കുന്ന എന്ത് മെസ്സേജാണെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വൃത്തികേടുകൾ കാണിച്ചും വൃത്തികേടുകൾക്ക് കൂട്ടുനിന്നും എന്ത് മെസ്സേജാണ് ഇതൊക്കെ കൊടുക്കുന്ന സമൂഹത്തിന്? ശരിക്കും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാം.
സത്യത്തിൽ ഈ ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല പുച്ഛമാണ് തോന്നിയത്. എന്തുവാടെ ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും. ശരിക്കും കൊല്ലം സുധിയുടെ പേര് പറഞ്ഞു സുധിച്ചേട്ടന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു മനുഷ്യനെ കൊണ്ട് കമത്തി അടിച്ചിട്ട് ഇപ്പം ഇവർ കാണിക്കുന്നത് ഇമാതിരിയുള്ള എന്താ പറയുക, ഇമാതിരിയുള്ള കോലങ്ങളാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും. ഓ, അപ്പോഴും കുറേ എണ്ണം വരും കരയാനായിട്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയല്ലേ? ആ, ഒരു കണക്കിന് അത് തന്നെയാണ് വാസ്തവം. ഇതും സുധിച്ചേട്ടന് വേണ്ടിയല്ലേ? അതുകൊണ്ട് പിന്നെ ഒരു സമാധാനം അല്ലേ? ചെയ്യുന്നത് എന്താണെങ്കിലും സുധിച്ചേട്ടന് വേണ്ടിയിട്ടാവുമ്പോൾ മനസ്സിനൊരു സമാധാനം, അത്രേ ഉള്ളൂ. എന്തൊക്കെ നല്ല വീഡിയോകൾ ചെയ്യാം, നല്ല നല്ല റീൽസുകൾ ചെയ്യാം. ഇമാതിരി ഒരു തരികിട കച്ചറ പരിപാടി ഇവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു സുധിയുടെ പേരിനെ നശിപ്പിച്ച് കുത്തുപാള എടുപ്പിച്ചിട്ടേ ഈ ഒരു ലേഡി അടങ്ങത്തുള്ളൂ. അത് 100% സത്യമാണ്. എല്ലാത്തിനും സുധിച്ചേട്ടൻ എന്നുള്ള പേര് പറഞ്ഞ് നടന്ന് ഇമാതിരിയുള്ള വൃത്തികേടുകൾ അത്രയും കാണിച്ചു കൂട്ടും. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ആരെങ്കിലും തൂറുന്നത് കണ്ട് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നാറ്റം അടിക്കുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. ആ ഒരു ബോധം ഉണ്ടാവണം. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ രേണു സുധി. 10-30 വയസ്സിന് മേൽ പ്രായമുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു പക്വത കാണിക്കണ്ടേ? ഒരു വലിയ കലാകാരൻ എന്ന് പറയാൻ അത്രയും വലിയ കലാകാരനൊന്നും ആയിരുന്നില്ല സുധി. പക്ഷേ നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവരർഹിക്കുന്നതിലും കൂടുതൽ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കും. അപ്പോൾ എൻ്റെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് മുഴുവനും തെണ്ടിത്തരം. അല്ലാണ്ട് പിന്നെ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് രേണു എൻ്റെ സുധിച്ചേട്ടൻ എന്നുള്ള ആ ഒരു പറച്ചിൽ ഏതാണ്ട് കൊല്ലം സുധിയുടെ ആ മരണത്തിൻ്റെ ഇൻഷുറൻസ് സംഭവങ്ങളൊക്കെ കാശ് കുറേ കിട്ടുമല്ലോ, അത് കിട്ടിക്കഴിയുമ്പോൾ ഏതാണ്ട് അത് നിർത്തുമെന്നാണ് തോന്നുന്നത്. ഈ പോക്ക് പോവുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും രേണു ഈ ചെയ്യുന്നതെല്ലാം നമ്മുടെ സുധിയുടെ മനസ്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ആണല്ലോ എന്നോർക്കുമ്പോൾ ഒരു മനസമാധാനം. പിന്നെ ഇതെല്ലാം സുധിച്ചേട്ടന് സന്തോഷം കൊടുക്കും. സുധിച്ചേട്ടൻ ഏത് ലോകത്തിരുന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സുധിച്ചേട്ടന് ഉള്ളുകൊണ്ട് ഒരുപാട് സന്തോഷമാവും എന്ന് പലപ്പോഴും പല വീഡിയോകളും ചെയ്ത് കാണിച്ച് കൂട്ടിയിട്ട് രേണു പറയാറുണ്ട്. ശരിക്കും അങ്ങനെ സുധിച്ചേട്ടന് സന്തോഷമാവുമെങ്കിൽ രേണു ചെയ്യട്ടെ, അല്ലേ? പിന്നെ ഒരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ രേണു പറയുന്നൊരു കാര്യമാണ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് രേണുവിന് ഭയങ്കര ഒടുക്കത്തെ പുഞ്ഞമാണ്. അപ്പോഴൊക്കെ രേണു പറയുന്ന ഒരു കാര്യമുണ്ട്, കോപ്പിയടി. ശരിക്കും പറയുകയാണെങ്കിൽ കോപ്പി അടിച്ച്, അതായത് സ്വന്തമായിട്ട് കോണ്ടന്റ് നിർമ്മിക്കാൻ പറ്റാഞ്ഞിട്ട് ഇവരൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കോപ്പി അടിച്ച് അരി മേടിക്കുന്നു എന്നൊക്കെ രേണു സുധി പറയുന്നത് കേൾക്കാം. രേണു സുധി മാത്രമല്ല, കുറേ ആളുകൾ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് രേണുവിനോട് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോപ്പിയടി എന്ന് പറയാൻ നിങ്ങളൊക്കെ റീൽസിൽ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ സ്വന്തമായിട്ടൊരു പാട്ട് നിർമ്മിച്ചിട്ടാണോ നിങ്ങൾ റീൽസ് ചെയ്യുന്നത്? അല്ലല്ലോ. ഇപ്പോൾ ചാന്ത് കുടഞ്ഞൊരു സൂര്യനായാലും അത് അല്ലാതെ ഒരുപാട് പാട്ടുകൾ റീൽസുകൾ ചെയ്ത ആളാണ് രേണു സുധിയൊക്കെ. അതുപോലെ ചെയ്യുന്ന രേണു സുധി മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിൻ്റെയോ നാടൻ പാട്ടിൻ്റെയോ ഒക്കെ പാട്ട് കോപ്പി അടിച്ചിട്ടല്ലേ നിങ്ങളും പാടി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്ന തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കോപ്പിയടി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് കോപ്പി അടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറയുന്നതിനെ നമ്മൾ വിമർശിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കോപ്പിയടിയായിട്ട് കയറിക്കൊള്ളുന്നെങ്കിൽ കൊണ്ടോട്ടെ. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തും കാണിക്കാം, നമുക്ക് പറഞ്ഞുകൂടാ. അതാണ് നിങ്ങളുടെ പോളിസി. നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കത് പിടിക്കുന്നില്ല. അതാണ് വാസ്തവം. ആർക്ക് പിടിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ള നമ്മൾ പറയുക തന്നെ ചെയ്യും. പിന്നെ റിയാക്ഷൻ വീഡിയോക്കാരെ പൊതുവെ പുച്ഛമുള്ള വേറെ പലരോടത്തും പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാവോ? നിങ്ങളെ, അതായത് രേണു സുധിയെ പോലുള്ള ആളുകൾ വൈറലാവുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് കഴിവുണ്ടായിട്ടല്ല. വിമർശനത്തിലൂടെ ആണെങ്കിലും ഒരു 10 റിയാക്ഷൻ ചാനലുകാർ വിമർശിക്കുമ്പോൾ
അവർ വൈറലാവാണ് ചെയ്യുന്നത്. അതുപോലെ ട്രോൾ വീഡിയോ ചെയ്യുന്ന ആളുകളും ഇവരെ വച്ചിട്ട് ചെയ്യുമ്പോൾ ഇവർ എയറിലാവുമെങ്കിലും അവിടെ അവർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ മിണ്ടാണ്ട് വായിൽ വെള്ളം കുത്തിക്കയറ്റി മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഇവരെ ഒന്നും കാണിക്കുന്ന റീൽസ് ഒന്നും ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, എടുക്കാനും പോകുന്നില്ല. ഇവരെയൊക്കെ പൊക്കിയടിച്ച് കാണിക്കുന്നത് മുഴുവനും ഞങ്ങളാണ്. എന്നിട്ട് അത് വിമർശനത്തിലൂടെ ആയാലും നല്ല വാക്കുകൾ പറഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ അവിടെ ഒറ്റപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഞങ്ങളാണ്. എന്നിട്ട് ഇവളുമാർ പറയുന്നത് മുഴുവനും ഞങ്ങൾക്ക് അരി മേടിക്കാൻ ഇവളൊക്കെ തരുന്നെന്നാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെ വൈറലാക്കുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ ഇൻ്റർവ്യൂകളും സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അരി മേടിക്കാനുള്ള വക ഞങ്ങളും തരുന്നു എന്ന് ഞങ്ങൾ പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രേണുവിനെ പറ്റി പറയുമ്പോൾ കുരുപൊട്ടുന്ന ആളുകളൊക്കെ നന്നായിട്ട് പൊട്ടിയൊലിച്ചിട്ട് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഞ്ഞിയും ബീറ്റാഡിനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.